അതാ ഉണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നത് പോലെ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനി അത് ക്ലാസ് പാഠ്യപദ്ധതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ക്ലാസ് റൂമിൽ വരണമെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ലോഡ് എന്നോ അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരുന്നവരുടെ എണ്ണമാണ് അപ്പോഴും കൂടുതൽ. നമ്മുടെ അറിവ് കൊണ്ട് തോൽപ്പിച്ചത് കൊണ്ട് മാത്രം തോറ്റുപോയവർ മാത്രം അവരാണ് ഇന്നും നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് നമ്മൾ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ക്ലാസ് റൂമിനകത്ത് ആരംഭിക്കണമെങ്കിൽ അതിന് പരിശീലനം കൊടുത്ത അധ്യാപകരെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അനുഭവജ്ഞാനം എന്ന് പറയുന്നതിന് തുടർച്ച അത്രയേ ഉള്ളൂ. അല്ലാതെ കാളവണ്ടി ഓടിച്ചവർക്ക് കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ആ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാറ് ഉണ്ടാക്കുന്നവർ തന്നെ മെനക്കെട്ട് നടത്തി പഠിപ്പിച്ചേ പറ്റും. അല്ല പഴയ തലമുറയോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തേയില്ല. പിന്നെ അവരത് കണ്ടിട്ടില്ലാത്തതാണ്. ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ വായിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഭരണഘടന കണ്ടിട്ടില്ലാത്തവരാണ്. അവർക്കത് മനസ്സിലാകത്തേയില്ല. അവരുടെ അടുത്തോട്ടാണ് നമ്മൾ തുല്യതയെപ്പറ്റി പറയുന്നത്. ഇതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്ന് പറയുന്ന കുട്ടികളെ ഉണ്ടാക്കുന്ന, അനുസരണയുള്ള കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പൗരരെ ഉണ്ടാക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ട് ക്ലാസ് റൂമിനകത്ത് ആരംഭിക്കേണ്ടതുണ്ട്. ആരംഭിക്കുക എന്ന് പറയുന്നതിന് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തേ പറ്റും. ആ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ തന്നെ ആളുകളുടെ എണ്ണം കുറവാണ്.